എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പാൽ പാടയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. 5 ദിവസത്തേതായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ നെയ്യ് ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ പാൽ ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം തണുക്കാനൊന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നന്നായിട്ട് പാട ഇതുപോലെ വന്നിട്ടുണ്ടാവും. അത് മാത്രം കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. നമുക്ക് നാടൻ പാലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാട കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാടയാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രീസറിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു തലേ ദിവസം ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിലേക്ക് മാറ്റി വയ്ക്കുക, അതൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട്. ഇനി അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് അത് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം, അതായത് ഒട്ടും ആ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല, എന്നിട്ട് നമ്മൾ ഈ ഒരു പാട അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കാം. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ചെറു തീയിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ നോക്കുക കേട്ടോ. കാരണം നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കളറും ഒക്കെ വ്യത്യാസമാവും അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ. കുറച്ച് നേരമാകുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പം നെയ്യ് ചെറുതായിട്ടൊന്നും മേലിങ്ങനെ ഊറി വരാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടാവും, പക്ഷെ എടുക്കാനായില്ല. അതിൻ്റെ താഴത്തെ ആ ഒരു വേസ്റ്റ് ഇതുപോലെ ആ ഒരു ബ്രൗൺ കളറിലാവുന്നത് വരെയും നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ നെയ്യ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം അത്ര ദിവസമല്ലേ ആയുള്ളൂ. 1 മാസമൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നെയ്യ് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നെയ്യിൻ്റെ കളർ എന്ന് പറയുന്നത്. ആ ഒരു കറക്റ്റ് സമയം എടുത്തുകൊണ്ടാണ് ഇത്രയും കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.